രാഹുൽ മാങ്കൂട്ടത്തിന് എതിരായ ആരോപണത്തിൽ ഉറച്ച് ട്രാൻസ്ജെൻഡർ അവന്തിക. രാഹുലിനെതിരായ വെളിപ്പെടുത്തലിന് മുൻപുള്ള സംഭാഷണമാണ് ഇന്ന് പുറത്തു വന്നതെന്നും അവന്തിക. നടിയുടെ വെളിപ്പെടുത്തലിന് ശേഷമാണ് തനിക്ക് തുറന്നു പറയാൻ ധൈര്യം ലഭിച്ചതെന്നും ട്രാൻസ്ജെൻഡർ വ്യക്തമാക്കി. വിവരങ്ങളുമായി രേഷ്മ ബാബു ചേരുന്നു. രേഷ്മ, ഇന്ന് അവന്തിക പറഞ്ഞ കൂടുതൽ കാര്യങ്ങൾ എന്തെല്ലാമാണ്? വിനോദ്, ഇക്കഴിഞ്ഞ 21-ാം തീയതിയാണ് ട്രാൻസ്ജെൻഡർ യുവതി അവന്തിക രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ടുള്ള ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് ഇന്ന് രാഹുൽ ഒരു സംഭാഷണം പുറത്തുവിട്ടു. ഒരു മാധ്യമപ്രവർത്തകനുമായിട്ട് അവന്തിക സംസാരിക്കുന്ന ഒരു ശബ്ദ സന്ദേശമാണ് അല്ലെങ്കിൽ സംഭാഷണമാണ് പുറത്തുവിട്ടിട്ടുള്ളത്. അതിൽ രാഹുലിനെതിരെ ആരോപണങ്ങൾ ഒന്നുമില്ലെന്നാണ് അവന്തിക പറയുന്നത്. ഇതാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് അടൂരിലെ വീട്ടിൽ മാധ്യമപ്രവർത്തകരോട് പങ്കുവച്ചിട്ടുള്ളത്. ഇക്കാര്യത്തിലാണ് അവന്തിക മറുപടി വന്നിരിക്കുന്നത്. താൻ മുൻപ് ഉന്നയിച്ച ആക്ഷേപങ്ങളിലും അതോടൊപ്പം തന്നെ ആരോപണങ്ങളിൽ മേലും ഉറച്ചു നിൽക്കുന്നുവെന്നാണ് ട്രാൻസ്ജെൻഡർ യുവതിയായ അവന്തിക പറഞ്ഞിട്ടുള്ളത്. ഓഗസ്റ്റ് 1-ന് മുൻപുള്ള സംഭാഷണമാണ് നിലവിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പുറത്തുവിട്ടിട്ടുള്ളത്. അന്ന് മാധ്യമപ്രവർത്തകൻ തന്നോട് ചില ചോദ്യങ്ങൾ ചോദിച്ചു. അതിനുള്ള മറുപടിയായിരുന്നു താൻ പറഞ്ഞത്. പിന്നീട് ഈ നടി റിനി ജോർജ് നൽകിയ അല്ലെങ്കിൽ റിനി ജോർജ് നടത്തിയ വെളിപ്പെടുത്തലിന് തൊട്ട് പിന്നാലെ തനിക്ക് ഉണ്ടായ മോശമായ അനുഭവം പറയണമെന്നുള്ള ധൈര്യമുണ്ടായി. തുടർന്നാണ് താൻ ഇക്കാര്യം മാധ്യമങ്ങളോട് പറഞ്ഞത് എന്നുള്ളതാണ് അവന്തിക പറഞ്ഞിട്ടുള്ളത്. എന്തായാലും അന്ന് തന്നെ ഒരു ജീവന് ഭീഷണി തനിക്ക് നിലനിൽപ്പുണ്ടായിരുന്നു. വലിയ രീതിയിൽ ഒരു ബുദ്ധിമുട്ട്, മാനസികമായിട്ടുള്ളൊരു സംഘർഷം തന്നിൽ ഉണ്ടായിരുന്നു. ഇപ്പോഴും സൈബർ ആക്രമണം തനിക്കെതിരെ നടക്കുന്നുണ്ട്. ആ ജീവന് ഭീഷണി ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടെന്നാണ് അവന്തിക പറയുന്നത്. എന്നിരുന്നാലും രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ടുള്ള തൻ്റെ ആരോപണത്തിൽ അവർ ഉറച്ചു നിൽക്കുന്നുണ്ട്. അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ താനുമായിട്ട് ഒരു സൗഹൃദമുണ്ടായിരുന്നു. ആ സമയത്താണ് ഈ പറയുന്ന രീതിയിൽ അശ്ലീലമായിട്ടുള്ള സംഭാഷണങ്ങളും മെസ്സേജുകളും കോളുകളും ചെയ്തിട്ടുള്ളത്. അതിനുശേഷം പിന്നീട് ഈ ഒരു റിനി ജോർജ് വെളിപ്പെടുത്തൽ നടത്തിയതിന് തൊട്ട് പിന്നാലെ താനും ഇക്കാര്യം പറയുകയായിരുന്നു. ഇനി ആർക്കും ഇത്തരത്തിലുള്ള ദുരനുഭവം ഉണ്ടാകരുത് എന്നുള്ള ഒരു ഉദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു താൻ അത്തരത്തിലുള്ള ആക്ഷേപങ്ങൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള മെസ്സേജിൻ്റെ സ്ക്രീൻഷോട്ടുകൾ അടക്കം പുറത്തുവിട്ടിട്ടുള്ളത്. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നോടടക്കം സൗഹൃദം സ്ഥാപിച്ചുകൊണ്ട് അശ്ലീലകരമായിട്ട് അല്ലെങ്കിൽ മോശമായിട്ട് പെരുമാറിയിട്ടുണ്ട്. ഇക്കാര്യത്തിൽ താൻ ഉറച്ചു നിൽക്കുന്നുണ്ട്. വേണമെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമ നടപടിയുമായിട്ട് പൊയ്ക്കോട്ടെ. ഈ ഓഗസ്റ്റ് 1-ന് മുന്നേ ഉള്ള സംഭാഷണങ്ങൾ, ഈ ടെലിഗ്രാം വഴിയുള്ള ചാറ്റുകളൊക്കെ തന്നെ നിലവിൽ തൻ്റെ കയ്യിലില്ല. പക്ഷെ അത് റിട്രൈവ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും കൃത്യമായിട്ടുള്ള തെളിവായിട്ട് ഉപയോഗിക്കാൻ സാധിക്കുമെന്നും അവന്തിക പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് വരും ദിവസങ്ങളിൽ കൂടുതൽ വെളിപ്പെടുത്തലുകൾ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഒരു ഇരവാദം, അതായത് അവന്തികയെ പ്രതിരോധിച്ചുകൊണ്ട്, അവന്തികയുടെ ആരോപണത്തെ പ്രതിരോധിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു സംഭാഷണം രാഹുൽ മാങ്കൂട്ടത്തിൽ പുറത്തുവിട്ടിട്ടുള്ളത് ഒരു ഇരവാദം സമീപനത്തിന് വേണ്ടിയിട്ടാണെന്നാണ് BJP ഉൾപ്പെടെയുള്ളവർ പറയുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ മറ്റ് ചില ആക്ഷേപങ്ങളും ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളും അതുമായി ബന്ധപ്പെട്ടുള്ള വെളിപ്പെടുത്തലുകളും ഉണ്ടാകുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. വിനോദ്.